ഹായ് ഓൾ, നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിപ്രോ ബ്രാൻഡിൻ്റെ CX15A എന്ന് പറഞ്ഞ ഒരു 15 ഇഞ്ച് 2-way ആക്റ്റീവ് സ്പീക്കറാണ്. നമുക്ക് ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാബിനറ്റ് വരുന്നത് ഒരു പ്ലാസ്റ്റിക് എൻക്ലോഷറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവേഴ്സിലോട്ടെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ 1.75 ഇഞ്ച് വോയിസ് കോയിൽ വരുന്ന ഒരു 1 ഇഞ്ച് എക്സിറ്റ് ത്രോട്ട് വരുന്ന ഒരു കംപ്രഷൻ ഡ്രൈവറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ LF വരുന്ന ഒരു 15 ഇഞ്ച് LF ആണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ യുണീക്കായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത്. ഒരു യുണീക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഡിജിപ്രോ. ഇതിൽ വരുന്ന ഒരു കോയാക്ഷ്യൽ സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ഡിസൈന് LFഉം HFഉം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ ആക്ച്വലി കോയാക്ഷ്യൽ ഡ്രൈവേഴ്സ് അല്ല എന്ന് പോലും ഇതിൻ്റെ LFൻ്റെ ഫ്രണ്ടിലായിട്ടാണ് സെൻട്രലായിട്ടാണ് HF ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യുണീക്കായിട്ട് പറയാൻ ഇതിൻ്റെ HF ഡ്രൈവേഴ്സിൻ്റെ ഹോൺ നമുക്ക് റൊട്ടേറ്റബിൾ ആണ്. ഇതിൻ്റെ കവറേജ് ആംഗിൾ വരുന്നത് 90 ഡിഗ്രി ഹൊറിസോണ്ടലും 50 ഡിഗ്രി വേർട്ടിക്കലുമാണ്. അത് ആക്ച്വലി നമുക്ക് 90 ഡിഗ്രി വേർട്ടിക്കലും 50 ഡിഗ്രി ഹൊറിസോണ്ടലും ആയിട്ട് നമുക്ക് റൊട്ടേറ്റബിൾ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കിൽ ആംപ്ലിഫയർ സെക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 800 വാട്ട്സ് പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് D ആംപ്ലിഫയർ സിസ്റ്റമാണ് ഡിജിപ്രോ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഒരു കൺവെക്ഷൻ കൂളിംഗ് ആണ്, എക്സ്ട്രാ ഫാന് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇൻപുട്ട് സെക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ XLR ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൈക്രോഫോൺ ഇൻപുട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇൻപുട്ട് സെക്ഷനിൽ അതുപോലെ തന്നെ എക്സ്ട്രാ MP3 പ്ലെയറും അതുപോലെ ബ്ലൂടൂത്ത് ഇൻപുട്ടിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ ഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോളുണ്ട്, ട്രബിൾ ആൻഡ് ബാസ് കൺട്രോളും അവൈലബിൾ ആണ്. ക്യാബിനറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുകളിലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ 2 ഹാൻഡിലും കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബർ ഫൂട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് മോണിറ്ററിംഗ് പർപ്പസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്പീക്കർ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ അത്യാവശ്യം ഡ്യൂറബിൾ ആൻഡ് സ്ട്രോങ്ങും ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ റബ്ബർ ഫൂട്ടിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോൾ മൗണ്ടിങ് 5 ഡിഗ്രി ആംഗിൾ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള 2 പോൾ മൗണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പെക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 131 dB മാക്സ് SPL ആണ് കമ്പനി പറയുന്നത്. അതുപോലെ 450 വാട്ട്സ് RMS പവറും 1800 വാട്ട്സ് പീക്ക് പവറും പറയുന്നുണ്ട്. സ്റ്റേജ് മോണിറ്ററിംഗ് പർപ്പസ് അതുപോലെ തന്നെ മൾട്ടി ആയിട്ട് നമുക്ക് PA സെറ്റപ്പ് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഓപ്ഷനാണ്.